പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാംലല്ലയുടെ ജന്മഗൃഹത്തിലെ ദർശനത്തിനും ആരാധനകൾക്കും ശേഷം നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 6:40 സീതാപൂരിലെ ധൗരാഹാര ഹെലിപാഡിൽ നിന്നും അയോധ്യ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് റോഡ് മാർഗമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തുക. अच्छी बात है, प्रधानमंत्री आ रहे हैं और प्राण प्रतिष्ठा के बाद ये प्रथम बार आ रहे हैं और साथ साथ चुनाव का माहौल चल रहा है। इसी चुनाव में रोड शो भी करेंगे और रामलला का दर्शन करेंगे। रामलला के दर्शन में जो भी इनके सम्मान होता है उस प्रकार से दर्शन के अवधि में इनके सम्मान किया जाएगा और साथ ही साथ शुभकामनाएं, शुभ आशीर्वाद दिया जाएगा कि रामलला के कृपा बनी रहे और इनके जो जिस उद्देश्य से यहाँ आए हैं वो उद्देश्य पूर्ति हो और साथ साथ इनके जो रोड शो करेंगे वो भी जिस उद्देश्य से कर रहे हैं उसकी पूर्ति हो। इस प्रकार से उनकी शुभकामनाएं और दिया जाए। सबसे प्रथम दर्शन करेंगे, दर्शन के बाद तो रोड शो करेंगे। रोड शो सुग्रीव किला से प्रारंभ होकर के और लता चौक तक जाएगा और इसी बीच में अयोध्या के जो संत महंत और जो भी राम भक्त हैं കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പ്രധാന സേവകൻ ഇന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. എപ്പോഴായിരിക്കും അദ്ദേഹം രാംലല്ലയുടെ ജന്മഗൃഹത്തിൽ എത്തിച്ചേരുക? വിവരങ്ങൾ. രോഹിണി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി ഒരുങ്ങിയിരിക്കുകയാണ് അയോധ്യ ക്ഷേത്ര നഗരി. ഇന്ന് രാവിലെ മുതൽ അതിന്റെ ഒരുക്കങ്ങൾ അയോധ്യയിൽ നമുക്ക് കാണാമായിരുന്നു. പുഷ്പാലങ്കൃതമായിക്കൊണ്ട് വലിയ രീതിയിലൊരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് അയോധ്യ ക്ഷേത്ര നഗരിയുള്ളത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായാണ് അയോധ്യ ക്ഷേത്ര നഗരിയിലേക്ക് എത്തുന്നത്, രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ വർഷം ജനുവരി 22 നടന്നിട്ടുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാംലല്ലയെ സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തിയത്. അതിനുശേഷം ഒരു 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന വേളയിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ അയോധ്യ സന്ദർശനം എന്നുള്ളതും ഏറെ പ്രാധാന്യപ്പെട്ടതാണ്. ഇന്ന് വൈകിട്ട് 6:30 ശേഷമായിരിക്കും നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൽ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയ്ക്ക് മുൻപിൽ പ്രാർത്ഥന നടത്തും. ഒപ്പം സുഗ്രീവ് കില മുതൽ ലതാ മങ്കേഷ്കർ ചൗക്ക് വരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആ ഒരു റോഡ് ഷോ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് ആയി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യയിലെ റോഡ് ഷോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപേ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു റോഡ് ഷോ നടത്തിയിരുന്നു. അന്ന് അയോധ്യയിൽ രാമഭക്തർ മാത്രമല്ല, നേരത്തെ രാമജന്മഭൂമി തർക്കം നിലനിന്നിരുന്ന സമയത്ത് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ പോലും അന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി മുൻപന്തിയിലുണ്ടായിരുന്നു. അത്തരത്തിൽ അയോധ്യ നഗരി മുഴുവൻ ഇന്ന് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യൻ സത്യേന്ദ്രദാസും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ അയോധ്യ മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ് സത്യേന്ദ്രദാസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര ദർശനത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും എന്നുള്ള കാര്യമാണ് സത്യേന്ദ്രദാസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ രീതിയിൽ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര ദർശനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരും എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അതൊരു രാഷ്ട്രീയ അജണ്ടയായി എടുത്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം എന്ന വാഗ്ദാനം
സംവിധാനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ BJP മുൻപോട്ട് വന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ആ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാനും സാധിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ 2014 ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPയെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നേതാവ് തന്നെയാണ്. ഇത്തവണ 2024 എത്തുമ്പോൾ അതോടൊപ്പം ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രം എന്നുള്ളത് ഉത്തർപ്രദേശിൽ 80 സീറ്റുകളുള്ള ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാകെ ഹിന്ദി ഹൃദയ ഭൂമികയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തവണകളിൽ ചെറിയ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ നേരിയ വ്യത്യാസങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ മികച്ച വിജയം നേടാൻ ഈ രണ്ട് ഫാക്ടറുകളും കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഏറെ ആവേശമായി പ്രധാനമന്ത്രി മാറുമ്പോൾ വൈകാരികമായി കൂടി പ്രാധാന്യമുണ്ട്. അയോധ്യയിൽ പ്രധാനമന്ത്രി എത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം 80 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു വൈകാരികവും അതോടൊപ്പം ആവേശവും സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും രാഷ്ട്രീയമായി വലിയ വ്യതിയാനങ്ങൾക്ക് തന്നെയല്ലേ മാറ്റം കുറിക്കുകയും ചെയ്യുക. രോഹിണി, രാഷ്ട്രീയപരമായി വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഈ ഒരു രാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ അതിന് മുൻപിൽ നിൽക്കുന്ന ആളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഈ ഒരു രാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ മാത്രം അതിന് മുൻപിലേക്ക് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നയാളല്ല നരേന്ദ്രമോദി. അതിനു മുൻപ് ഈ ഒരു രാമജന്മഭൂമി പ്രക്ഷോഭം ഉയർന്നു വന്ന സമയത്ത് ഹൈന്ദവ സമൂഹം ഒന്നാകെ ശ്രീരാമ ജന്മഭൂമിയിൽ അവർ ആരാധന നടത്തുന്ന ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ ഉയരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ത്യാഗം നടന്ന സമയത്ത് ആ ത്യാഗത്തിന് മുൻപിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ മുൻപിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ അയോധ്യ സന്ദർശനം, രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ ദർശനം എപ്പോഴും അത് വൈകാരികമായിരിക്കും. ഇനി എത്ര തവണ വരികയാണെങ്കിലും അത് ഏറെ വൈകാരികമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷം ജനുവരി 22-നാണ് ഭാരതം ഒന്നാകെ കാത്തിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നത്. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ സ്വന്തം ഗൃഹത്തിൽ രാംലല്ലയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഒരു യജമാനൻ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി നിൽക്കുകയും ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ അതിനേറെ പ്രാധാന്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉത്തർപ്രദേശിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കും ലഭിക്കും എന്നുള്ളത് രാഷ്ട്രീയപരമായ വസ്തുതയാണ്. ഒപ്പം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം വാരണാസിയിൽ ഈ മാസം 13-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ 14-ലും 19-നും മികച്ച ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദിയെ വാരണാസി തെരഞ്ഞെടുത്തിരുന്നു. അവിടെ ഈ മാസം 13-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ അതിന് മുന്നോടിയായി കൂടിയാണ് അദ്ദേഹം ഇവിടെ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇന്ന് 3 തെരഞ്ഞെടുപ്പ് പരിപാടികൾ അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനമാണ് വൈകിട്ടാണ് അയോധ്യയിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.